ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹിൽ വാലി ചാനലിൻ്റെ വചനദീപം എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് തൻ്റെ ദൈവമായ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ പേർ വലുതാക്കി എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എനിക്ക് ദോഷകരമാവാതിരിക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചതിനെ യഹോവ അവന് നൽകി. പ്രിയമുള്ളവരെ, 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം ഈ 3 വാക്യങ്ങളിൽ 2 വാക്യങ്ങളിലാണ് യബ്ബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് എന്ന വാക്കിനർത്ഥം വ്യസനപുത്രൻ, ദുഃഖപുത്രൻ എന്നൊക്കെയാണ്. യബ്ബേസിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഭവനത്തിനകത്ത് ഒറ്റപ്പെടാൻ അനുഭവിച്ച ഏകാന്തത അനുഭവിച്ച എല്ലാവരെക്കാളും മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു യബ്ബേസിൻ്റെതെന്ന് പറയുന്നത്. നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ല അമ്മ നമ്മെ സ്നേഹത്തോടെ താലോലിക്കുന്ന അമ്മ ഞാൻ കാരണമാണ്, ഞാൻ ദുഃഖപുത്രനാണ്, ഞാൻ വ്യസനപുത്രനാണെന്ന് പറയുവാൻ അല്ലെങ്കിൽ പറയുന്നത് നമ്മൾ ആരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്നാൽ അമ്മയുടെ വായിൽ നിന്ന് തന്നെ നീ ദുഃഖമാണ്, നീ ശാപമാണ്, നീ വേദനാജനകമാണെന്ന് കേട്ട ഒരു മനുഷ്യനാണ് യബ്ബേസ്. എന്നാൽ നമ്മെപ്പോലെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുൻപിൽ പേടിയോടുകൂടെയല്ല യബ്ബേസ് ജീവിച്ചത്. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുമ്പ് തലകുനിച്ചല്ല യബ്ബേസ് ജീവിച്ചത്. യബ്ബേസ് തൻ്റെ ദൈവമായ യഹോവയോട് ഒരു ബന്ധം പുലർത്തിയിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യബ്ബേസ് ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവേ, നീ എൻ്റെ അതിർ വിസ്താരമാക്കണം, എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എന്നെ ഒരു അനുഗ്രഹമാക്കണം, ശാപമല്ല എന്നെ ഒരു അനുഗ്രഹമാക്കണമേ എന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 10-ാമത്തെ വാക്യം ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: യബ്ബേസ് അവനെ അപേക്ഷിച്ചതൊക്കെയും ദൈവം അവന് നൽകിയെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ഭവനത്തിനകത്ത് നിങ്ങൾ വേദന അനുഭവിക്കുന്നു നിങ്ങൾ തോന്നുന്നു, ഭവനത്തിനകത്ത് ഒതുക്കപ്പെട്ട അനുഭവമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു ദൈവമുണ്ട് എങ്കിൽ, ഈ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ദൈവം നിങ്ങൾക്ക് നൽകും. നീ ശാപമെന്ന് പറഞ്ഞെടുത്ത് നീ മുഖാന്തരം ഈ ഭവനം അനുഗ്രഹപ്രദമായി എന്ന് നിങ്ങൾ കേൾക്കുവാൻ തന്നെ പോകുന്നു. നിങ്ങൾ ശാപമെന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾ അനുഗ്രഹമാകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഭവനത്തിനകത്ത് യബ്ബേസ് ശാപമെന്ന് പറഞ്ഞതിനെ ദൈവം അവന് അനുഗ്രഹമാക്കി നൽകി. 2 വാക്യങ്ങളിലാണ് യബ്ബേസിനെ കുറിച്ച് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് അധികം ആരും അറിഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ടെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ കുറ്റം പറയുവാനല്ല, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ മാറി നിൽക്കുവാനല്ല, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കുവാൻ നിങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ ഉയർത്തുന്ന ഒരു ദൈവകരമുണ്ട്. 2024 എന്ന ഈ വർഷം നിങ്ങൾ ഒതുക്കപ്പെടേണ്ടവരല്ല. നിങ്ങൾ ഒതുക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നിടത്തു നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം നിങ്ങളെ സഹായിക്കട്ടെ. യബ്ബേസ് നമുക്കൊരു മാതൃകയാണ്. ഒറ്റപ്പെട്ടതിൻ്റെ നടുവിൽ യബ്ബേസ് നമുക്കൊരു മാതൃകയാണ്. വേദന അനുഭവിച്ചവരുടെ നടുവിൽ യബ്ബേസ് നമുക്കൊരു മാതൃകയാണ്. വാക്കുകൊണ്ട് തളർത്തിയവരുടെ മുൻപിൽ അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഈ വർഷം നാം എവിടെയാണോ ശാപം എന്ന് പറഞ്ഞത് അവിടെ അനുഗ്രഹമായി തീരുവാൻ, എവിടെയാണോ നീ തകർന്നു പോയി എന്ന് പറഞ്ഞത് അവിടെ പടുതുയർത്തുന്ന ദൈവകരം നമ്മുടെ മേലുണ്ടാകട്ടെ. ഈ വർഷത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന വർഷമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.